മണിക്കൂറിൽ 500 കിലോമീറ്റർ വേഗതയിൽ പറക്കുകയാണ് ഫ്ലൈറ്റ് അറ്റ്ലാന്റിക് 91. വർദ്ധിച്ച RPM-ൽ പ്രവർത്തിക്കുന്ന റോൾസ് റോയ്സ് ടൈൻ എഞ്ചിനുകളുടെ ഇരമ്പൽ വിമാനത്തിനുള്ളിൽ പ്രകമ്പനം കൊണ്ടു. ഫ്ലൈറ്റ് അറ്റ്ലാന്റിക് 91 സൈനിക വിമാനത്തിലെ യാത്രികർ പരിഭ്രാന്തരായിരുന്നു. എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു പ്രതീതി എല്ലാവരുടെയും മുഖത്ത് പ്രതിഫലിച്ചിരുന്നു. പെട്ടെന്ന് കോക്ക്പിറ്റിൽ ഒരു റേഡിയോ സന്ദേശം ലഭിച്ചു. സന്ദേശം അവഗണിച്ച ക്യാപ്റ്റൻ ഫ്ലൈറ്റ് അറ്റ്ലാന്റിക് 91 വിമാനത്തെ പൊടുന്നനെ പോർട്ട് സൈഡിലേക്ക് തിരിച്ചു. പെട്ടെന്നുണ്ടായ ഗതിമാറ്റത്തിൽ സ്ഥാനഭ്രംശം സംഭവിക്കാതിരിക്കാൻ സൈനികർ തങ്ങളുടെ സീറ്റുകളിൽ ഒന്നുകൂടി മുറുകി പിടിച്ചിരുന്നു. നിമിഷങ്ങൾക്കകം ഒരു ഉഗ്രസ്ഫോടനം വിമാനത്തെ കിടിലം കൊള്ളിച്ചു. നിയന്ത്രണം നഷ്ടപ്പെട്ട വിമാനം ഒരാകാശ ചുഴിയിൽ അകപ്പെട്ടതുപോലെ സ്പൈറൽ ചെയ്ത് ഭൂമിയിലേക്ക് പതിക്കാൻ തുടങ്ങി. ഭയവും ഭൂമിയിലേക്കുള്ള അനിയന്ത്രിത ഗമനവും അവരുടെ കണ്ണുകളിൽ ഇരുട്ട് പായിച്ചു. ഓഗസ്റ്റ് 10, 1999. പാകിസ്ഥാൻ നാവികസേനയുടെ സുപ്രധാന കേന്ദ്രവും നാവിക വ്യോമ വിഭാഗത്തിൻ്റെ ആസ്ഥാനവുമായ മെഹ്റാൻ നാവികതാവളം. തെളിഞ്ഞ അന്തരീക്ഷം. നാവികതാവളത്തിലെ റൺവേ 1-ൽ നിന്നും രാവിലെ 9:45 ഒരു സൈനിക വിമാനം ടേക്ക് ഓഫ് ചെയ്തു. ഫ്ലൈറ്റ് അറ്റ്ലാന്റിക് 91 എന്ന് ലോഗ് ബുക്കിൽ രേഖപ്പെടുത്തിയ സൈനിക വിമാനം പാകിസ്ഥാൻ നാവികസേനയുടെ സ്ക്വാഡ്രൺ 29-ൻ്റെ ഭാഗമായ ഒരു സമുദ്ര നിരീക്ഷണ വിമാനമായിരുന്നു. പതിവ് പരീക്ഷണ പറക്കൽ എന്ന് പ്രത്യക്ഷത്തിൽ തോന്നിപ്പിച്ച ഈ ദൗത്യത്തിന് അന്ന് മറ്റൊരു ഗൂഢലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. അന്നേക്ക് കാർഗിൽ യുദ്ധം അവസാനിച്ചിട്ട് 2 ആഴ്ച മാത്രമേ ആയിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ സൈനിക വിഭാഗങ്ങൾ അതിർത്തിയിൽ സദാ ജാഗരൂകരായി തുടർന്നിരുന്നു. അതിർത്തിയോട് ചേർന്നുള്ള ഇന്ത്യൻ വ്യോമസേനാ താവളങ്ങളിൽ ആയുധങ്ങൾ ഘടിപ്പിച്ച യുദ്ധവിമാനങ്ങൾ 24 മണിക്കൂറും സജ്ജമായിരുന്നു. പാകിസ്ഥാൻ വീണ്ടും പ്രകോപനം തുടർന്നാൽ ശീഘ്രം തിരിച്ചടിക്കാനായിരുന്നു ഈ മുൻകരുതലുകൾ. അന്നേ ദിവസം രാവിലെ 10:51 പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അസാധാരണ വ്യോമ നീക്കം കച്ച് മേഖലയിലെ ഇന്ത്യൻ വ്യോമസേനയുടെ ഏർലി വാർണിംഗ് റഡാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. മണിക്കൂറിൽ 370 കിലോമീറ്റർ വേഗതയിൽ 3000-3500 അടി ഉയരത്തിൽ തെക്ക് കിഴക്കേ ദിശയിൽ അന്താരാഷ്ട്ര അതിർത്തിയിലേക്ക് പറന്നെടുക്കുന്ന ഒരു അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റ് അഥവാ UFO. ഈ തിരിച്ചറിയാനാകാത്ത വിമാനം ഒരു പക്ഷേ പാകിസ്ഥാൻ്റെ യുദ്ധവിമാനമായിരിക്കാം, അല്ലെങ്കിൽ ഒരു സൈനിക നിരീക്ഷണ വിമാനം. അതിനാൽ വ്യോമസേനയുടെ ഗ്രൗണ്ട് റഡാർ സ്റ്റേഷനിൽ നിന്നും ഉടൻ തന്നെ സന്ദേശം കച്ചിലെ നാലിയ വ്യോമത്താവളത്തിലേക്ക് കൈമാറി. നാലിയ വ്യോമത്താവളത്തിലെ വ്യോമ പ്രതിരോധ യൂണിറ്റ് ഈ വിമാനത്തെ ട്രാക്ക് ചെയ്യാൻ തുടങ്ങി. രാവിലെ 10:54 ഈ വിമാനം ആദ്യമായി അന്താരാഷ്ട്ര അതിർത്തിയിൽ സ്പർശിച്ചതോടെ വ്യോമത്താവളത്തിലെ നമ്പർ 45 സ്ക്വാഡ്രൺ ഫ്ലൈയിങ് ഡാഗറിലെ 2 MiG-21 ബൈസ് ഇൻ്റർസെപ്റ്റർ യുദ്ധവിമാനങ്ങൾ ഹൈ സ്ക്രാമ്പിൾ അലർട്ട് നൽകി സജ്ജമാക്കി. വൈംബൽ R-60 ഇൻഫ്രാറെഡ് ഹോമിംഗ് മിസൈലുകൾ ഘടിപ്പിച്ച് ഇന്ധനം നിറച്ച യുദ്ധവിമാനങ്ങളിൽ പൈലറ്റുമാർ ടേക്ക് ഓഫിനായി തയ്യാറായിരുന്നു. ഉദ്വേഗം നിറഞ്ഞ നിമിഷങ്ങൾ. സമയം ആയാസപ്പെട്ടിഴഞ്ഞു നീങ്ങി. പാകിസ്ഥാൻ്റെ സിന്ധ് മേഖലയിൽ നിന്നെത്തിയ വിമാനം 10:57 ഇന്ത്യ പാകിസ്ഥാൻ അന്താരാഷ്ട്ര അതിർത്തി ലംഘിച്ചതോടെ MiG-21 ബൈസ് ഇൻ്റർസെപ്റ്റർ യുദ്ധവിമാനങ്ങളിൽ തയ്യാറായിരുന്ന സ്ക്വാഡ്രൺ ലീഡർ PK ബുണ്ടേലയും അദ്ദേഹത്തിൻ്റെ വിങ്മാൻ ഫ്ലൈയിങ് ഓഫീസർ S നാരായണനും നാലിയ എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യാനായി നിർദ്ദേശം ലഭിച്ചു. പ്രീ ഫ്ലൈറ്റ് ചെക്കുകൾ പൂർത്തിയാക്കിയിരുന്ന MiG-21 ബൈസ് ഇൻ്റർസെപ്റ്റർ യുദ്ധവിമാനങ്ങൾ അതോടെ ടാക്സിവേ കടന്ന് റൺവേയിലെത്തി ടേക്ക് ഓഫ് ചെയ്യാനായി തയ്യാറായി. പൈലറ്റുമാർ ഫുൾ ത്രോട്ടിൽ കൊടുത്തതോടെ തുമൻസ്കി R-25 ടർബോജെറ്റ് എഞ്ചിനുകൾ ജ്വലിപ്പിച്ച് കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ MiG-21 യുദ്ധവിമാനങ്ങൾ റൺവേയിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്തു. അപ്പോൾ സമയം 10:59 AM. 11:10 നാലിയ വ്യോമത്താവളത്തിലെ ഫൈറ്റർ കൺട്രോളർ VS ശർമ്മ ഈ MiG-21 യുദ്ധവിമാനങ്ങളെ വടക്ക് ദിശയിലേക്ക് ഗൈഡ് ചെയ്ത് പാകിസ്ഥാൻ്റെ സൈനിക വിമാനം കടന്നുകയറ്റം നടത്തിയ ഇന്ത്യയുടെ വ്യോമമേഖലയിലേക്ക് എത്തിച്ചു. ഇനി ഒരു വേട്ടക്കാരൻ്റെ സൂക്ഷ്മതയോടും ജാഗ്രതയോടും തുടരേണ്ട സമയമാണ്. ഈ സമയം പാകിസ്ഥാൻ്റെ വ്യോമാതിർത്തിക്കുള്ളിലായിരുന്ന സൈനിക വിമാനം 11:12 ആദ്യം പടിഞ്ഞാറ് ദിശയിലേക്കും പിന്നീട് അന്താരാഷ്ട്ര അതിർത്തിക്ക് സമാന്തരമായി തെക്ക് ദിശയിലേക്കും പറന്നു. തുടർന്ന് ഈ വിമാനം 68 ഡിഗ്രി 32 മിനിറ്റ് ഈസ്റ്റ്, 23 ഡിഗ്രി 58 മിനിറ്റ് നോർത്ത് കോർഡിനേറ്റിൽ അന്താരാഷ്ട്ര അതിർത്തിയെ ഒരിക്കൽ കൂടി സ്പർശിച്ച ശേഷം സ്റ്റാർബോർഡ് സൈഡിലേക്ക് തിരിഞ്ഞു. തുടർന്ന് പടിഞ്ഞാറ് ദിശയിൽ അന്താരാഷ്ട്ര അതിർത്തിക്ക് സമാന്തരമായി പറക്കാൻ തുടങ്ങി. ഈ നീക്കങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരുന്ന നാലിയ വ്യോമത്താവളത്തിലെ ഫൈറ്റർ കൺട്രോളർ MiG-21 യുദ്ധവിമാനങ്ങളെ പാകിസ്ഥാനി സൈനിക വിമാനത്തിൻ്റെ നീക്കങ്ങൾക്കനുസരിച്ച് ഇൻ്റർസെപ്ഷൻ അനുയോജ്യമായ രീതിയിൽ വിന്യസിച്ചുകൊണ്ടിരുന്നു. നിശ്ചിത ദൂരം പടിഞ്ഞാറ് ദിശയിലേക്ക് പറന്ന പാകിസ്ഥാനി സൈനിക നിരീക്ഷണ വിമാനം 11:14 തെക്ക് ദിശയിലേക്ക് തിരിഞ്ഞ് ഇന്ത്യയുടെ അന്താരാഷ്ട്ര അതിർത്തി ലംഘിച്ച് 10 കിലോമീറ്റർ ഇന്ത്യക്കുള്ളിലേക്ക് പറന്നു. ഇന്ത്യൻ വ്യോമാതിർത്തിയുടെ 3ാമത്തെ ലംഘനമായിരുന്നു അത്. നാലിയ വ്യോമത്താവളത്തിലെ ഫൈറ്റർ കൺട്രോളർ സമയം പാഴാക്കാതെ MiG-21 യുദ്ധവിമാനങ്ങളെ തന്ത്രപരമായി ഈ മേഖലയിലേക്ക് വിന്യസിച്ചു. സ്ക്വാഡ്രൺ ലീഡർ PK ബുണ്ടേലയുടെ MiG-21 യുദ്ധവിമാനം അന്താരാഷ്ട്ര അതിർത്തിക്കും അതിക്രമിച്ച് കടന്ന പാകിസ്ഥാനി സൈനിക നിരീക്ഷണ വിമാനത്തിനുമിടയിൽ തടസ്സം തീർത്തപ്പോൾ വിങ്മാൻ നാരായണൻ്റെ MiG-21 യുദ്ധവിമാനം ഒരു പിൻസർ മൂവ്മെൻറ്റിലൂടെ പാകിസ്ഥാനി സൈനിക നിരീക്ഷണ വിമാനത്തിന് പിന്നിലായി എത്തി ഒരു ചക്രവ്യൂഹം തീർത്തു.
സ്ക്വാഡ്രൺ ലീഡർ ബുണ്ടേലയും അദ്ദേഹത്തിൻ്റെ വിങ്മാൻ നാരായണനും തങ്ങളെ ഇൻ്റർസെപ്റ്റ് ചെയ്ത സൈനിക വിമാനത്തെ തിരിച്ചറിഞ്ഞു. പാകിസ്ഥാൻ നാവികസേനയുടെ CN-33 ടെയിൽ നമ്പറുള്ള ഒരു ബ്രഗറ്റ് അറ്റ്ലാന്റിക് സമുദ്ര നിരീക്ഷണ വിമാനമായിരുന്നു അത്. ഒരു ബോംബർ വിമാനം പോലെ അപകടകാരിയായ ശത്രു. അതിനാൽ ജാഗ്രതയോടെ വേണം കൈകാര്യം ചെയ്യാൻ. 1960കളിൽ ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഉയർന്നു വന്ന അന്തർവാഹിനി ഭീഷണിയെ നേരിടാനായി നേറ്റോ അംഗരാജ്യങ്ങൾക്കായി വികസിപ്പിച്ചെടുത്ത ഒരു ദീർഘദൂര സമുദ്ര നിരീക്ഷണ വിമാനമായിരുന്നു ബ്രഗറ്റ് അറ്റ്ലാന്റിക്. വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലെയും മറ്റ് സുപ്രധാന സമുദ്ര മേഖലകളിലെയും വിശാല വിസ്തൃതികളിൽ ദൈർഘ്യമേറിയ ദീർഘദൂര ദൗത്യങ്ങൾ നടത്തുക എന്നതായിരുന്നു ഇവയുടെ പ്രധാന ലക്ഷ്യം. ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായി വിപുലമായ ഇലക്ട്രോണിക് സംവിധാനങ്ങളും 12ഓളം പേരടങ്ങുന്ന ക്രൂവിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്നത്ര ശേഷിയുള്ള വിമാനമാണ് ഫ്രാൻസിൻ്റെ ബ്രഗറ്റ് ഏവിയേഷൻ നേറ്റോ സൈന്യത്തിനായി രൂപകൽപ്പന ചെയ്തത്. ബ്രഗറ്റ് ഏവിയേഷൻ്റെ BR-1150 എന്ന ഡിസൈനിൽ നിർമ്മിക്കപ്പെട്ട ഈ സൈനിക വിമാനം ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, നെതർലാൻഡ്സ് എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പുറമെ പാകിസ്ഥാനുമാണ് ഉപയോഗിച്ചു വന്നിരുന്നത്. സമുദ്ര നിരീക്ഷണം കൂടാതെ അന്തർവാഹിനികളെയും യുദ്ധക്കപ്പലുകളെയും ഒപ്പം ഭൂതല ലക്ഷ്യങ്ങളെയും ആക്രമിക്കാൻ കഴിയുന്ന തരത്തിലാണ് ബ്രഗറ്റ് അറ്റ്ലാന്റിക് നിർമ്മിച്ചത്. കൂടാതെ ഇറ്റലി തങ്ങളുടെ ബ്രഗറ്റ് അറ്റ്ലാന്റിക് വിമാനങ്ങളെ അമേരിക്കൻ നിർമ്മിത B-61 അണുബോംബ് വർഷിക്കാനായി പരിഷ്കരിച്ചിരുന്നു എന്നത് അക്കാലത്തെ പരസ്യമായ ഒരു രഹസ്യമായിരുന്നു. 1998 ചാങ്ങി പരീക്ഷണങ്ങളിലൂടെ ആണവരാജ്യമായി മാറിയ പാകിസ്ഥാനും സാങ്കേതികമായി തങ്ങളുടെ ബ്രഗറ്റ് അറ്റ്ലാന്റിക് വിമാനങ്ങളെ ഈ വിധം പരിഷ്കരിക്കാം എന്ന് സാരം. പാകിസ്ഥാൻ ആണവ പരീക്ഷണം നടത്തി 1 വർഷത്തിന് ശേഷമാണ് ഈ സംഭവം നടന്നത് എന്നതും ശ്രദ്ധേയമാണ്. 9000 കിലോമീറ്റർ ദൂരം 18 മണിക്കൂർ തുടർച്ചയായി പറക്കാൻ കഴിയുന്ന പാകിസ്ഥാൻ്റെ ബ്രഗറ്റ് അറ്റ്ലാന്റിക് വിമാനം ഇന്ത്യയുടെ ഭാഭ അറ്റോമിക് റിസർച്ച് സെൻറ്റർ, ഗുജറാത്ത് റിഫൈനറി, കക്രാപ്പർ ആണവ നിലയം എന്നിവ ഉൾപ്പെട്ട തന്ത്രപ്രധാനമായ മേഖലയിലേക്ക് നടത്തിയ കടന്നുകയറ്റം അതുകൊണ്ട് തന്നെ അത്യന്തം ഗുരുതര സ്വഭാവമുള്ളതായിരുന്നു. ഹോസ്റ്റൈൽ എന്ന് ക്ലാസിഫൈ ചെയ്തതോടെ ഫ്ലൈറ്റ് അറ്റ്ലാന്റിക് 91-ന് മുന്നിൽ ഇനി ഒരു ഓപ്ഷൻ മാത്രമാണുള്ളത്. ഇൻ്റർസെപ്റ്റർ യുദ്ധവിമാനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശമനുസരിച്ച് തൊട്ടടുത്ത ഇന്ത്യൻ വ്യോമസേനാ താവളത്തിൽ ലാൻഡ് ചെയ്യുക. സ്ക്വാഡ്രൺ ലീഡർ PK ബുണ്ടേല റേഡിയോയിലൂടെ ഫ്ലൈറ്റ് അറ്റ്ലാന്റിക് 91-നെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും പ്രതികരണമൊന്നും ലഭിച്ചില്ല. ബുണ്ടേല ഒരിക്കൽ കൂടി റേഡിയോ സന്ദേശം ആവർത്തിച്ച ശേഷം തൻ്റെ MiG-21 യുദ്ധവിമാനത്തിലെ R-60 മിസൈലുകൾ അറ്റ്ലാന്റിക് വൈമാനികർക്ക് വ്യക്തമായി കാണുന്ന തരത്തിൽ വിമാനം ചരിച്ചും താഴ്ത്തിയും സൂചന നൽകി. നിങ്ങളെ ഇൻ്റർസെപ്റ്റ് ചെയ്തിരിക്കുകയാണ്. സുരക്ഷിതമായ ലാൻഡിങ്ങിനായി ഞങ്ങളുടെ നിർദ്ദേശം പാലിക്കുക എന്നതായിരുന്നു അതിൻ്റെ അർത്ഥം. പക്ഷേ അപ്രതീക്ഷിതമായിരുന്നു അറ്റ്ലാന്റിക് വിമാനത്തിൽ നിന്നുണ്ടായ മറുനീക്കം. സൂചനയൊന്നും കൂടാതെ അറ്റ്ലാന്റിക് വിമാനം സ്ക്വാഡ്രൺ ലീഡർ ബുണ്ടേലയുടെ യുദ്ധവിമാനത്തിനടുത്തേക്ക് തിരിഞ്ഞു. ഒരു കൂട്ടിയിടി ഒഴിവാക്കാനായി ഞൊടിയിടയിൽ ബുണ്ടേല തൻ്റെ MiG-21 യുദ്ധവിമാനത്തെ ഇടത്തേക്ക് ഒരു എയിൽറോൺ റോളിലൂടെ വെട്ടിച്ചു മാറ്റി. ഇപ്പോൾ പാകിസ്ഥാൻ നാവികസേനയുടെ അറ്റ്ലാന്റിക് വിമാനം അന്താരാഷ്ട്ര അതിർത്തിയെ ലക്ഷ്യമാക്കി വടക്ക് ദിശയിലേക്ക് പറക്കുകയാണ്. ഇൻ്റർസെപ്റ്റർ യുദ്ധവിമാനങ്ങളിൽ നിന്നും മറ്റൊരു നീക്കം ഉണ്ടാകുന്നതിന് മുമ്പ് എത്രയും വേഗം അതിർത്തി കടക്കണം. അതാണ് അവരുടെ ലക്ഷ്യം. ഈ സമയം അറ്റ്ലാന്റിക് വിമാനത്തിന് പിന്നിലായി എത്തിയ ബുണ്ടേലയ്ക്ക് നാലിയ വ്യോമത്താവളത്തിലെ ഫൈറ്റർ കൺട്രോളറിൽ നിന്നും അറ്റ്ലാന്റിക്കിനെ വെടിവെച്ചിടാനുള്ള നിർദ്ദേശം ലഭിച്ചു. തൻ്റെ MiG-21 യുദ്ധവിമാനത്തിൻ്റെ ക്രോസ് എയർ അറ്റ്ലാന്റിക്കിൽ പ്ലേസ് ചെയ്ത ശേഷം ബുണ്ടേല ഈ ദൗത്യത്തിനായി R-60 ഹീറ്റ് സീക്കിംഗ് മിസൈലാണ് തിരഞ്ഞെടുത്തത്. നിമിഷങ്ങൾക്കകം മിസൈലിൽ നിന്നുള്ള ടാർഗറ്റ് ലോക്ക് സന്ദേശം കോക്പിറ്റിൽ ലഭിച്ചു. ബുണ്ടേല തൻ്റെ കൺട്രോൾ സ്റ്റിക്കിലെ മിസൈൽ ലോഞ്ച് ബട്ടണിൽ വിരലമർത്തിയതോടെ ഒരിരമ്പലോടെ R-60 മിസൈൽ തൻ്റെ ലക്ഷ്യത്തിലേക്ക് ശബ്ദാതിവേഗത്തിൽ കുതിച്ചു. അപ്പോൾ 3 കിലോമീറ്റർ അകലെയായിരുന്ന അറ്റ്ലാന്റിക് വിമാനത്തിൻ്റെ പോർട്ട് സൈഡിലെ എഞ്ചിനിലാണ് മിസൈൽ പതിച്ചത്. ഇൻ്റർസെപ്ഷൻ നടന്നു എന്നുറപ്പുവരുത്തിയതോടെ നാലിയ വ്യോമത്താവളത്തിലെ ഫൈറ്റർ കൺട്രോളർ MiG-21 യുദ്ധവിമാനങ്ങളെ തിരികെ വിളിച്ചു. ഈ സമയം നിയന്ത്രണം നഷ്ടപ്പെട്ട ഫ്ലൈറ്റ് അറ്റ്ലാന്റിക് 91 വിമാനം ഒരു ചുഴിയിലകപ്പെട്ടതുപോലെ ഭൂമിയിലേക്ക് സ്പൈറൽ ചെയ്ത് പതിക്കാൻ തുടങ്ങി. നിമിഷങ്ങൾക്കകം അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ ഒരു ഉഗ്ര സ്ഫോടനത്തിൽ ഫ്ലൈറ്റ് അറ്റ്ലാന്റിക് 91 വിമാനം അഗ്നിഗോളമായി മാറി. ചിന്നിച്ചിതറിയ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിൽ കിലോമീറ്ററുകളോളം വിസ്തൃതിയിലാണ് പതിച്ചത്. സംഭവത്തിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് ഡൽഹിയിലെ സൗത്ത് ബ്ലോക്കിൽ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കോൺഫറൻസ് റൂമിൽ ഒരു അടിയന്തര യോഗം വിളിച്ചു ചേർക്കപ്പെട്ടു. സേനാ തലവന്മാരും പ്രതിരോധ മന്ത്രിയും ദേശീയ ഉപദേഷ്ടാവും പ്രധാനമന്ത്രിയും ഉൾപ്പെട്ട യോഗത്തിൽ അന്നൊരു സുപ്രധാന നിർദ്ദേശം മുന്നോട്ട് വച്ചു. ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ തകർന്നു വീണ അറ്റ്ലാന്റിക് വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരിക. പാകിസ്ഥാൻ അതിർത്തി ലംഘനം നടത്തിയിരുന്നുവെന്ന് അന്താരാഷ്ട്ര സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ ഇത് അത്യന്താപേക്ഷിതമായിരുന്നു. പക്ഷേ ദൗത്യം അത്ര എളുപ്പമായിരുന്നില്ല. ഈ സമയം യുദ്ധസമാനമായ സാഹചര്യമായിരുന്നു വിമാനം തകർന്നു വീണ കച്ച് മേഖലയിൽ നിലനിന്നിരുന്നത്. ഇതിനോടകം തന്നെ പാകിസ്ഥാൻ ഒരു കമ്പനി മറീനുകളെ മേഖലയിലേക്ക് വിന്യസിച്ചിരുന്നു. RPG, മിസ്ട്രൽ, RBS-70 എന്നീ ഭൂതല വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങളുമായി മേഖലയിലേക്ക് എത്തിയ ഇവർക്ക് ഒരു ലക്ഷ്യം മാത്രമാണ് ഉണ്ടായിരുന്നത്: അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപമെത്തുന്ന ഇന്ത്യൻ വിമാനങ്ങളെയും ഹെലികോപ്റ്ററുകളെയും വെടിവെച്ചിടുക. ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ തകർന്നു വീണ വിമാനാവശിഷ്ടങ്ങൾ വീണ്ടെടുക്കുന്നതിനായി
അന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത് 152-ാം ഹെലികോപ്റ്റർ യൂണിറ്റിലെ സ്ക്വാഡ്രൺ ലീഡർ പങ്കജ് വൈഷ്ണോയ് ഉൾപ്പെട്ട സംഘത്തെയായിരുന്നു. തങ്ങളേറ്റെടുത്ത ദൗത്യത്തിൻ്റെ അപകടസാധ്യതകൾ കൃത്യമായി മനസ്സിലാക്കി തന്നെയാണ് ദൗത്യസംഘം അന്ന് കച്ചിലേക്ക് പറന്നത്. ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ തകർന്നു വീണ വിമാനാവശിഷ്ടങ്ങൾ കണ്ടെത്തി ശത്രു സൈന്യത്തിന് പ്രതികരിക്കാനുള്ള സമയം ലഭിക്കുന്നതിന് മുമ്പ് സുരക്ഷിത ദൂരം തിരിച്ചു പറക്കുക. ഇതായിരുന്നു ദൗത്യം. ഇതിനായി സുരക്ഷിതമായ ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ലഭിക്കുക. ദൗത്യനിർവഹണത്തിനിടയിൽ ഇവരുടെ ഹെലികോപ്റ്ററിന് നേരെ പാകിസ്ഥാൻ മറീനുകൾ മിസൈലുകൾ തൊടുക്കുന്നുണ്ടെങ്കിലും അതിസാഹസികമായി തന്നെ ഈ പ്രതിബന്ധങ്ങളെ മറികടന്ന് സുരക്ഷിത ദൂരം പിന്നിടാൻ ഇവർക്കാകുന്നു. ആപത്സു മിത്രം അഥവാ ആപത്തിൽ ഉപകരിക്കുന്ന മിത്രം എന്ന യൂണിറ്റിൻ്റെ ആപ്തവാക്യത്തെ അന്വർത്ഥമാക്കുന്നതായിരുന്നു വൈഷ്ണോയുടെയും സംഘത്തിൻ്റെയും പ്രവൃത്തി. വൈഷ്ണോയ് സംഘവും കച്ചിൽ നിന്നും ഡൽഹിയിലേക്ക് എത്തിച്ച വിമാനാവശിഷ്ടങ്ങൾ അടുത്ത ദിവസങ്ങളിൽ വിദേശ രാജ്യങ്ങളിലെ പ്രതിനിധികൾക്കും വാർത്താമാധ്യമങ്ങൾക്കും മുന്നിൽ പ്രദർശിപ്പിച്ചതോടെ തങ്ങളുടെ വിമാനം ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ചിട്ടില്ല, ഇന്ത്യ സമാധാന ഉടമ്പടിയുടെ ലംഘനമാണ് നടത്തിയത് എന്നിങ്ങനെയുള്ള പാകിസ്ഥാൻ്റെ വാദങ്ങൾ പൊളിയുന്നു. സാധാരണ നിലയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ 12 പേരുൾപ്പെട്ട ക്രൂ മതിയെന്നിരിക്കെ ഫ്ലൈറ്റ് അറ്റ്ലാന്റിക് 91 സൈനിക വിമാനത്തിൽ 16 പേരുണ്ടായിരുന്നു എന്ന് പിന്നീട് നടത്തിയ കണ്ടെത്തൽ പാകിസ്ഥാൻ അവകാശപ്പെടുന്നത് പോലെ ഇതൊരു സാധാരണ പരീക്ഷണ പറക്കലല്ല, മറിച്ച് ഈ ദൗത്യത്തിന് മറ്റെന്തോ ഗൂഢലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു എന്ന സംശയത്തെ ബലപ്പെടുത്തുന്നു. ഈ അധിക ക്രൂ ഒരുപക്ഷെ വിമാനത്തിൽ പുതുതായി ഘടിപ്പിച്ച എന്തോ രഹസ്യ വിവരശേഖരണ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനോ അല്ലെങ്കിൽ ബോംബിംഗ് പോലുള്ള അധിക ടാസ്ക് നിർവഹിക്കാനോ ആയിരുന്നിരിക്കാമെന്ന് പൊതുവെ അനുമാനിക്കപ്പെടുന്നു. പിന്നീട് പാകിസ്ഥാൻ നഷ്ടപരിഹാരത്തിനായി ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയെ സമീപിക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ വാദങ്ങളും തെളിവുകളും അംഗീകരിച്ച കോടതി ഈ കേസ് തള്ളിക്കളയുകയാണുണ്ടായത്. വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യത്തിലും പ്രൊഫഷണലിസവും ധൈര്യവും സമചിത്തതയും കാഴ്ചവെച്ച സ്ക്വാഡ്രൺ ലീഡർ PK ബുണ്ടേലയ്ക്കും നാലിയ വ്യോമത്താവളത്തിലെ ഫൈറ്റർ കൺട്രോളർ VS ശർമ്മയ്ക്കും 152-ാം ഹെലികോപ്റ്റർ യൂണിറ്റിലെ പൈലറ്റ് സ്ക്വാഡ്രൺ ലീഡർ പങ്കജ് വൈഷ്ണോയ്ക്കും സ്തുത്യർഹമായ സേവനത്തിനുള്ള വായുസേനാ മെഡൽ നൽകി രാജ്യം ആദരിച്ചു. ഇന്ത്യയുടെ പോസ്റ്റ് കോൾഡ് വാർ സൈനിക ചരിത്രത്തിലെ ഒരു സുപ്രധാന ഏടായി ഈ സൈനിക നടപടിയെ ഇന്നും കണക്കാക്കപ്പെടുന്നു.